ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. ഈ ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് എങ്ങനെ അലിയിച്ചു കളയാം, ഇതുമൂലം എങ്ങനെ നമ്മൾ ഫിറ്റായിരിക്കാം എന്നതാണ്. ഈ ഡ്രിങ്ക് കുടിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ബോഡി വെയ്റ്റ് കുറയുന്നു, ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നു, നിങ്ങളുടെ ബ്ലഡിലുള്ള ബാഡ് കൊളസ്ട്രോൾ കുറച്ച് ഹൃദയധമനികളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ മാറ്റി ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും സ്ട്രോക്ക് വരുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഈ അമേസിംഗ് ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കാം, എപ്പോൾ എങ്ങനെ കുടിക്കാം, എത്ര ദിവസം കുടിക്കണം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോ കാണാം. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അടുത്തതായി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻ്റാണ് വെളുത്തുള്ളി. 2 വെളുത്തുള്ളി മതിയാകും. ഈ വെളുത്തുള്ളി ടോട്ടൽ കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഈ വെളുത്തുള്ളി രക്തക്കുഴലുകളിലെ കൊഴുപ്പിനെ അലിയിച്ചു കളയാൻ വളരെ നല്ലതാണ്. തൊലി കളഞ്ഞെടുത്ത വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്തതിന് ശേഷം 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിനുശേഷം മാത്രമേ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ഇഞ്ചി. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചതച്ചെടുക്കുക. ഇഞ്ചി ലിവർ ഫംഗ്ഷൻ നന്നായി നടക്കുന്നതിനും നിങ്ങളുടെ മെറ്റബോളിസം കൂട്ടുന്നതിനും ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യുന്നതിനും ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഇഞ്ചി രക്തക്കുഴലുകളിലെ പ്ലേക്ക് ഫോർമേഷൻ തടയുന്നതിന് സഹായിക്കുന്നു. അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് കറുവപ്പട്ട. കറുവപ്പട്ട കൊഴുപ്പ് ഉരുക്കിക്കളയുന്നതിന് വളരെ നല്ലതാണ്. ഈ കറുവപ്പട്ടയ്ക്കും കൊളസ്ട്രോൾ ലോവറിംഗ് ബെനിഫിറ്റാണുള്ളത്. അടുത്തതായി നേരത്തെ എടുത്തു വെച്ച വെള്ളത്തിലേക്ക് ചതച്ചെടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, കറുവപ്പട്ട ഇതെല്ലാം ഇട്ടുകൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ഇതിൽ ചേർക്കേണ്ട അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് ചെറുനാരങ്ങയാണ്. ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റിവെക്കണം. ഈ ചെറുനാരങ്ങ രക്തക്കുഴലുകളുടെ നല്ല രീതിയിലുള്ള ഫംഗ്ഷന് സഹായിക്കുന്നു, കൂടാതെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിലുള്ള വൈറ്റമിൻ സി ഹൃദയ സംബന്ധമായ അസുഖങ്ങളും സ്ട്രോക്ക് വരുന്നതും തടയുന്നു. ഇപ്പോൾ വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. 1.5 കപ്പ് എന്നുള്ളത് 1 കപ്പായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ കൂടെ ആഡ് ചെയ്യണം. ചെറുനാരങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഉടനടി സ്റ്റവ് ഓഫ് ചെയ്യുക. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഈ വെള്ളം തണുക്കാനായി വയ്ക്കുക. തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കണം. അടുത്തതായി ഇതിലേക്ക് തേൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മതിയാകും. തേൻ തികച്ചും ഓപ്ഷണലാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് തേൻ ആഡ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഡ്രിങ്ക് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിലാണ് കുടിക്കേണ്ടത്. ഈ ഡ്രിങ്ക് തുടർച്ചയായി 7 ദിവസം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.